Hello everyone, welcome back to TOS Academy. HSST നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന സമയമാണ്. HSST ടീച്ചർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ് അല്ലേ? സോ എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും അപ്ലൈ ചെയ്യാത്തവർ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യാണ്ട് ഒട്ടും ഡിലേ ചെയ്യാണ്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഹൗ ടു അപ്ലൈ ഫോർ HSST 2022 എന്ന വീഡിയോ അവൈലബിൾ ആണ്. വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആണ്, ലൈക്ക് ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, അതർ റിക്വയർമെൻറ്റ്സ് എക്സെട്ര. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നൗ പ്രസൻറ്റ് വീഡിയോ എന്ന് പറയുന്നത് HSST ബോട്ടണിയുടെ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് ആൻഡ് ഡിസ്കഷൻ ആണ്. HSST ബോട്ടണി, ദാറ്റ് ഈസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ബോട്ടണി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേരള ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. കേരള PSCയുടെ സൈറ്റ് വഴിയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് കാറ്റഗറി നമ്പർ ഇസ് 737/2021. നോട്ടിഫിക്കേഷൻ റിലീസായ ഡേറ്റ് 31 ഡിസംബർ 2021 ആണ്. HSST ബോട്ടണിയുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 45,600 to 95,600 ആണ്. ആൻഡ് ആപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2 ഫെബ്രുവരി 2022 ആണ്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാണ്ട് എല്ലാവരും എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. HSST ബോട്ടണിയുടെ ലാസ്റ്റ് എക്സാം നടന്നത് 17/4/2018 ഈ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 334/2017 ആണ്. ലാസ്റ്റ് എക്സാം നോട്ടിഫിക്കേഷൻ പബ്ലിഷായ ഡേറ്റ് ആണ് 30/8/2017. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം നടന്നത് 17/4/2018 റിസൾട്ട് പബ്ലിഷായ ഡേറ്റ് ആണ് 9/4/2019. കഴിഞ്ഞ HSST എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് 53.67. HSST എക്സാംസ് ടോട്ടൽ മാർക്ക് 100 ആണ്. ആൻഡ് എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് 70 മാർക്കും GK 20 മാർക്കും അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി 10 മാർക്കുമാണ്. നമ്മൾ സബ്ജക്റ്റും അതേപോലെ കട്ട് ഓഫ് മാർക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കട്ട് ഓഫ് ഇസ് 53.67 ആൻഡ് സബ്ജക്റ്റ് മാർക്ക് 70 ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ് വളരെ ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ എന്തായാലും എക്സാം ഈസിയായി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. സബ്ജക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ ഈസിയായി എക്സാം ക്രാക്ക് ചെയ്യാം. സോ അതിനായിട്ട് ആദ്യം തന്നെ സിലബസിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ് us ഡിസ്കസ് ദി സിലബസ് ഇൻ ഡീറ്റെയിൽസ്. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന HSST എക്സാം എഴുതി ഹയർ സെക്കൻഡറി ടീച്ചർ ആകുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരുടെയും സ്വപ്നം തന്നെയായിരിക്കും അല്ലേ? സോ അതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ് us begin our first step by understanding the syllabus. HSST ബോട്ടണി സിലബസ് എന്ന് പറയുന്നത് 7 മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നൗ ദ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ഫൈക്കോളജി. ഫൈക്കോളജിയിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, അതിൽ ഫ്രിച്ചിൻ്റെയും സ്മിത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ, ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ ലൈക്ക് താലസ് ഓർഗനൈസേഷൻ, വെജിറ്റേറ്റീവ്, സെക്ഷുവൽ ആൻഡ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ, പാറ്റേൺ ഓഫ് ലൈഫ് സൈക്കിൾ ആൻഡ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് ക്ലാസ്സസ്. അതായത് ആൽഗൽ ക്ലാസ്സസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഗൽ ക്ലാസ്സസ്: സയാനോഫൈറ്റ, ക്ലോറോഫൈറ്റ, സാന്തോഫൈറ്റ, ബാസിലേറിയോഫൈറ്റ, ഫിയോഫൈറ്റ ആൻഡ് റോഡോഫൈറ്റ. അതിനോടൊപ്പം തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ഇൻ ബയോഫെർട്ടിലൈസേഴ്സ്, ഫുഡ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ആൻഡ് ആൽഗൽ ബ്ലൂം. ഫൈക്കോളജി എന്ന യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ വരുമ്പോൾ നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസും ആൽഗൽ ക്ലാസ്സസിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ആൽഗെ, അതിനോടൊപ്പം തന്നെ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്ത് വേണം യൂണിറ്റ് A പഠിക്കാൻ വേണ്ടിയിട്ട്. മോഡ്യൂൾ 1ൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് മൈക്കോളജി.
മൈക്കോളജിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചൈ അതിൽ എലക്സോപോളസ് ആൻഡ് മിംസ് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ എയിൻസ്വർത്ത് ആൻഡ് ബിസ്ബി ക്ലാസിഫിക്കേഷനാണ് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫഞ്ചൈയിൽ താലസ് സ്ട്രക്ചർ, സെൽ വാൾ സ്ട്രക്ചർ, ഹെട്രോതാലിസം, പാരാസെക്ഷുവാലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ ആണ് വന്നിട്ടുള്ളത്. Now salient features of following classes including Myxomycota, Mastigomycota, Zygomycota, Ascomycota, Basidiomycota and Pteuromycota ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫംഗൽ അസോസിയേഷൻ ലൈക്ക് symbiosis, saprophytes, mycorrhiza, endophytes and lichen are also seen in the syllabus. Now economic importance of fungi, degradation of pesticides and waste, decomposition of organic matter, degradation of lignin, significance in medicine and industry, fungal toxins and human health ആണ് ഇൻക്ലൂഡഡ് ആയിട്ട് കണ്ടിട്ടുള്ളത്. നൗ ഈ പറയുന്ന യൂണിറ്റ് ദാറ്റ് ഇസ് മൈക്കോളജി എന്ന യൂണിറ്റിൽ ടൈപ്സ് ഓഫ് മൈസീലിയം, സെൽ സ്ട്രക്ചർ, ന്യൂട്രീഷൻ, ഫംഗൽ റീപ്രൊഡക്ഷൻ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിലെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസും അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ ഫ്രൂട്ടിംഗ് ബോഡീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ചൈയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സർട്ടൻ കേസസിൽ കോമൺ നെയിം വിത്ത് സയൻറ്റിഫിക് നെയിം കമ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. യൂണിറ്റ് 3 ഓഫ് മൊഡ്യൂൾ 1 ഇസ് പ്ലാന്റ് പാത്തോളജി. നമ്മൾ പ്രീവിയസ് HSST ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ് പാത്തോളജി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. So plant pathology is a very important area. Plant pathology principles of plant pathology including biotic and abiotic agents and various symptoms of plant diseases included ആണ്. Process of infection and defense mechanism അതിൽ enzyme, toxin, structural and biochemical defense system. അതിനോടൊപ്പം ഡിസീസ് മാനേജ്മെൻറ്റിൽ കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് ക്വാറന്റൈൻ മെഷേഴ്സും. നെക്സ്റ്റ് ഇസ് കോമൺ ഡിസീസ് ഓഫ് ക്രോപ്സ് ഇൻ കേരള. അതിൽ പാഡി, കോക്കനട്ട്, റബ്ബർ, അരക്കിനട്ട്, പെപ്പർ, ജിഞ്ചർ, കാർഡമം, കോഫി ആൻഡ് ടീ ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. പ്ലാന്റ് പാത്തോളജി ഒരിക്കലും മിസ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. മേക്ക് ഷുവർ ദാറ്റ് യു കവർ ദിസ് ഏരിയ. നൗ അടുത്തതാണ് യൂണിറ്റ് 4 ഓഫ് മൊഡ്യൂൾ 1 ദാറ്റ് ഇസ് ബ്രയോളജി. ബ്രയോളജിയിൽ ജനറൽ അക്കൗണ്ട് ഓൺ മോർഫോളജി, അനാറ്റമി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്: ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തോസെറോടോപ്സിഡ ആൻഡ് ബ്രയോപ്സിഡ. അതിനോടൊപ്പം ഒറിജിൻ, എവല്യൂഷൻ ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ, ഹോർട്ടിക്കൾച്ചർ ആൻഡ് മെഡിസിൻസ് ആർ മെൻഷൻഡ് ഇൻ ദി സിലബസ്. യൂണിറ്റ് 5 is Teradology. ടെറഡോളജിയിൽ ജനറൽ അക്കൗണ്ട് ഓൺ മോർഫോളജി, അനാറ്റമി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ്: സൈലോപ്സിഡ, സൈലോടോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ ആൻഡ് ടെറോപ്സിഡ. അതിനോടൊപ്പം ഹെട്രോസ്പോറി, സീഡ് ഹാബിറ്റ് ആൻഡ് സ്റ്റീലാർ എവല്യൂഷൻ ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ടെറഡോഫൈറ്റ് ആസ് ബയോഫെർട്ടിലൈസർ ഇൻ ഹോർട്ടിക്കൾച്ചർ, മെഡിസിൻ, എക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആസ് വീഡ് ആൻഡ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി is mentioned in the syllabus. And unit 6 of module 1 ആണ് gymnosperms. Gymnospermsil general account on morphology, anatomy and life cycle of the following groups including Cycadopsida, Coniferopsida and Netopsida. And അതിനോടൊപ്പം economic importance of gymnospermum syllabusൽ mentioned ആണ്. Next is unit 7 that is microbiology. Microbiologyയിൽ ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ, മേജർ ഗ്രൂപ്പ്, ന്യൂട്രീഷണൽ ടൈപ്പ് ആൻഡ് റീപ്രൊഡക്ഷൻ ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആൻഡ് നൗ വൈറസ് വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ. അൾട്രാ സ്ട്രക്ചർ, മേജർ ഗ്രൂപ്പ്, ന്യൂട്രീഷണൽ ടൈപ്പ് ആൻഡ് റെപ്ലിക്കേഷൻ ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ബ്രീഫ് അക്കൗണ്ട് ഓൺ പ്രയോൺസ്, വൈറോയിഡ്സ്, വൈറോൺസ്, മൈക്കോപ്ലാസ്മാസ്, ഇന്റർഫെറോൺസ്, actinomycetes and bacteriophages, and also economic importance of microbes in ecology, food industry, medicine, agriculture and other industries. Next is Paleobotany. That is the last unit of module 1, that is 8th unit. അതിൽ geological time scale and evolution of plant group, types of fossilization, fossil pteridophytes and gymnosperms are included. അപ്പോൾ പാലിയോബോട്ടണി എന്ന് പറയുന്നതും ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ
make sure you cover Paleobotany also while your preparation. Now let us discuss the module 2. Module 2 ന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ആൻജിയോസ്പേം അനാറ്റമി. ആൻജിയോസ്പേം അനാറ്റമി ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയുമാണ്. ആൻജിയോസ്പേം അനാറ്റമീൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ടിഷ്യൂ. ടിഷ്യൂസിൽ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ, സെക്രീറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ടിഷ്യൂസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ടിഷ്യൂസ് ആണ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അനാറ്റമി ഓഫ് സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫിൽ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഇൻ സ്റ്റെം ആൻഡ് റൂട്ട്. അതിനോടൊപ്പം അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് ആസ് വെൽ ആസ് മോണോകോട്ട് സ്റ്റെമ്മും ഇൻക്ലൂഡഡ് ആണ്. ബ്രീഫ് അക്കൗണ്ട് ഓൺ നോഡൽ അനാറ്റമി, വുഡ് അനാറ്റമി ആൻഡ് ഫ്ലോറൽ അനാറ്റമി ഓൾസോ ഇസ് മെൻഷൻഡ് ഇൻ ദ സിലബസ്. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 2 ഓഫ് മോഡ്യൂൾ 2. അത് മൈക്രോടെക്നിക് ആണ്. മൈക്രോടെക്നിക്കിൽ ടൂൾസ് ഇൻ മൈക്രോടെക്നിക് ലൈക്ക് മൈക്രോസ്കോപ്പി, മൈക്രോമെട്രി, camera lucida, cryostat, microtome including both rotary and sledge microtome is mentioned in the syllabus. ഇനി മൈക്രോടെക്നിക്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ വരുന്ന പ്രോസസ്സസ് ആണ് ലൈക്ക് ഫിക്സേഷൻ, കില്ലിംഗ്, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, എംബഡിംഗ്, സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ്. ഈ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന റിയേജൻസും ആൻഡ് ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ദിസ് പ്രോസസ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്. Now brief account on vital staining, double staining, whole mount, maceration and histological test. Mainly histological test carbohydrate, proteins and lipids ആണ് വരുന്നത്. And microtechnic is also an important area for the exam. Unit 3 is embryology. Microsporogenesis and male gametophyte development and megasporogenesis and embryosac developmentuമാണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. Pollination, fertilization and embryogeny in both monocots and dicots are also mentioned in the syllabus. Endosperm type, polyembryony, parthenocarpy and apomixis are also included. Embryology എന്ന് പറയുമ്പോൾ reproductive botany ആണ്, and it is also an important area. Frequent ആയിട്ട് questions ചോദിക്കുന്ന ഒരു ഏരിയയുമാണ് reproductive botany. The unit 4 is palynology, ultrastructure of pollen wall, pollen morphology, NPC system of classification of pollen apertures, and next is contribution of Dr. P.K.K. Nair to palynology. He is the Indian father of palynology. And next is palynology in relation to taxonomy. Aeropalynology and melitopalynology and pollen allergy is also mentioned in the syllabus. Next is unit 5 plant breeding. Plant breeding il method in crop improvement and achievement. Adil plant introduction, selection, mutation breeding, ploidy breeding and hybridization are included ആയിട്ട് വരുന്നത്. Consequences of inbreeding, heterosis and incompatibility is also included in the syllabus. Backcross breeding, resistance breeding including disease resistance and stress resistance. അതിനോടൊപ്പം തന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സീഡ് പ്രൊഡക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, മേജർ സെൻറ്റേഴ്സ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ആർ ഓൾസോ മെൻഷൻഡ് ഇൻ ദ സിലബസ്. പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി പോളിസി ആൻഡ് ഓൾസോ ദി മെത്തേഡ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇസ് ഓൾസോ മെൻഷൻ ഇൻ ദ സിലബസ്. പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഡു കവർ ദിസ് ഏരിയ ടു ബിഫോർ attending the exam. Now അടുത്ത യൂണിറ്റ് ആണ്, ദാറ്റ് ഇസ് ദി ലാസ്റ്റ് യൂണിറ്റ്, എവല്യൂഷൻ. എവല്യൂഷനിൽ ഒറിജിൻ ഓഫ് ലൈഫ്, അതിൽ തിയറീസ് ഓഫ് എവല്യൂഷൻ ഇൻക്ലൂഡിങ് ക്ലാസിക്കൽ ആൻഡ് മോഡേൺ തിയറീസ് ആണ് വരുന്നത്. അതിനോടൊപ്പം സ്പീസിയേഷൻ ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ എവല്യൂഷൻ. നൗ ലെറ്റ് us ഡിസ്കസ് ദി മോഡ്യൂൾ 3. മോഡ്യൂൾ 3യിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നത് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മെനി ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണ്. ടാക്സോണമിയിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സോണമി ആണ്. ഇവിടെ പ്ലാൻ നോമൻക്ലേച്ചർ, ടാക്സോണമിക് ഹൈറാർക്കി, ഫൈലോജനി ഓഫ് ആൻജിയോസ്പേംസ് ആൻഡ് ടാക്സോണമിക് കീ ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, അതിൽ ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ ആൻഡ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻസ് ആർ ഇൻക്ലൂഡഡ്. ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചസ് to angiosperm systematics, അതിൽ anatomy, embryology, morphology, cytology, palynology,
chemotaxonomy, numerical taxonomy and molecular taxonomy is included. Now, study of the following families and their characteristic features. ഇതിൽ 25 families ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത് ആൻഡ് ഈച്ച് ഓഫ് ദം ഇസ് ഓഫ് വെരി ഇമ്പോർട്ടൻസ്. അപ്പോൾ ടാക്സോണമി എന്ന് പറയുന്ന യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. മോഡ്യൂൾ 3 സെക്കൻഡ് യൂണിറ്റ് ആണ് മോർഫോളജി, ദാറ്റ് ഇസ് ആൻജിയോസ്പേം മോർഫോളജി. നമ്മൾക്ക് ടാക്സോണമി എന്ന് പറയുന്ന യൂണിറ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മോർഫോളജി ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് പ്ലാന്റ് മോർഫോളജിയിൽ ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട്, ഫ്ലോറൽ വേൾഡ്സ് ആൻഡ് ദെയർ പാർട്സ് ഇൻക്ലൂഡിംഗ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ് മോർഫോളജി. വെജിറ്റേറ്റീവ് മോർഫോളജിയിൽ ലീഫ്, റൂട്ട്, സ്റ്റെമ്മുമാണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. തേർഡ് യൂണിറ്റ് ഇസ് എക്കണോമിക് ബോട്ടണി. എക്കണോമിക് ബോട്ടണിയിൽ കോമൺ സീരിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ്, വെജിറ്റബിൾസ്, സ്പൈസസ്, ബീവറേജ് ക്രോപ്സ്, ടിംബർ, ഫൈബേഴ്സ്, ഷുഗർ ആൻഡ് ഓയിൽ ഈൽഡിംഗ് ക്രോപ്പ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നൗ ഫോർത്ത് യൂണിറ്റ് ആണ് എത്തനോബോട്ടണി. എത്തനോബോട്ടണിയിൽ മെത്തേഡ്സ് ഓഫ് എത്തനോബൊട്ടാനിക്കൽ സ്റ്റഡി, കോൺട്രിബ്യൂഷൻ ഓഫ് എസ്.കെ. ജെയിൻ ടു എത്തനോബോട്ടണി, common plants of ethnobotanical importance in Kerala, secret grooves and their importance ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഫൈറ്റോജിയോഗ്രഫി. ഫൈറ്റോജിയോഗ്രഫിയിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ, ഫൈറ്റോജിയോഗ്രഫിക് സോൺസ് ഓഫ് ഇന്ത്യ, സോയിൽ, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ഓഫ് ഇന്ത്യയാണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ള ഏരിയാസ്. നൗ നെക്സ്റ്റ് ഇസ് ഫോറസ്റ്റ് ബോട്ടണി എന്ന യൂണിറ്റ്. ഫോറസ്റ്റ് ബോട്ടണിയിൽ മേജർ ആൻഡ് മൈനർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള, സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറസ്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്, കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഫോറസ്റ്റ് ബോട്ടണി എന്ന യൂണിറ്റിൽ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇസ് സെവൻത്ത് യൂണിറ്റ്, ദാറ്റ് ഇസ് എൻവയോൺമെൻറ്റൽ ബയോളജി. മോഡ്യൂൾ 3യുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് എൻവയോൺമെൻറ്റൽ ബയോളജി. ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എൻവയോൺമെൻറ്റൽ ബയോളജി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റൽ ബയോളജി ഏരിയ വളരെ ക്ലിയർ ആയിട്ട് കവർ ചെയ്യണം. എൻവയോൺമെൻറ്റൽ ബയോളജിയിൽ ഫസ്റ്റ് പാർട്ടാണ് ഹാബിറ്റാറ്റ് എക്കോളജി. ഇവിടെ ടെറസ്ട്രിയൽ, ഫ്രഷ് വാട്ടർ, വെറ്റ്ലാൻഡ് ആൻഡ് മറൈൻ എക്കോസിസ്റ്റം ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പോപ്പുലേഷൻ എക്കോളജിയിൽ കമ്മ്യൂണിറ്റി എക്കോളജി ആൻഡ് എക്കോളജിക്കൽ സക്സഷൻ ആണ് വരുന്നത്. നൗ നെക്സ്റ്റ് ഇസ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം സ്ട്രക്ചർ, ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്. സ്പീഷീസ് ഇൻട്രാക്ഷനിൽ കോമ്പറ്റീഷൻ, ഹെർബിവോറി, കാർണിവോറി ആൻഡ് സിംബയോസിസ് കംസ് ഇൻ ദ സിലബസ്. ഇനി ബയോജിയോ കെമിക്കൽ സൈക്കിൾ ആണ്. ബയോജിയോ കെമിക്കൽ സൈക്കിൾ ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആണ് അടുത്ത പാർട്ട്. ഇവിടെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നൗ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിൽ ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ന്യൂക്ലിയർ ഹസാർഡ്സ്, എൽ നിനോ ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ചസ് ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ള ഏരിയ. നെക്സ്റ്റ് ഇസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആൻഡ് മേജർ പ്രോഗ്രാംസ്. അതിൽ ആദ്യം വരുന്നത് UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാമും IUCN, അതിനോടൊപ്പം മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം, എർത്ത് സബ്മിറ്റ് ആൻഡ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ് അടുത്ത പാർട്ടിൽ വരുന്നത്. സോ എൻവയോൺമെൻറ്റൽ ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നെക്സ്റ്റ് ഇസ് മോഡ്യൂൾ 4. മോഡ്യൂൾ 4ൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ വരുന്നത് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ സ്ട്രക്ചർ, ഫങ്ഷൻ ഓഫ് സെൽ ആൻഡ് സെൽ ഓർഗനൽസ്. ബോത്ത് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ് വരുന്നുണ്ട്. അതിനോടൊപ്പം സൈറ്റോസ്കെലിറ്റൻ, ഓർഗനൈസേഷൻ ആൻഡ് മൊബിലിറ്റിയും ഇൻക്ലൂഡഡ് ആണ്. ഒറിജിൻ, അൾട്രാസ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ ഓർഗനൽസ്. Chemistry of chromosomes, DNA, RNA, kinetochore, NOR and constrictions of chromosomes. Next is numerical and structural variations of chromosome. അടുത്തതാണ് cell division, stages, synaptonymal complex, theories and mechanism of crossing over and molecular mechanism of crossing over. അടുത്തതാണ് cell differentiation,
ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെക്കാനിസം ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. നൗ പ്രൊകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് DNA റെപ്ലിക്കേഷൻ ആണ് അടുത്ത പാർട്ട്. നെക്സ്റ്റ് ഇസ് മോളിക്കുലാർ നേച്ചർ ഓഫ് ജീൻസ്. മോഡ്യൂൾ 4 യൂണിറ്റ് 1 കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ. നെക്സ്റ്റ് പാർട്ട് ഇസ് മോളിക്കുലാർ ടൂൾ ഫോർ സ്റ്റഡിയിങ് ജീൻ ആൻഡ് ജീൻ ആക്ടിവിറ്റീസ്, ടെക്നിക്സ് ഓഫ് DNA അനാലിസിസ്, അതിൽ പ്രിപ്പറേഷൻ ഓഫ് DNA ആൻഡ് RNA പ്രോബ്സ്, ഹൈബ്രിഡൈസേഷൻ, ഓട്ടോ റേഡിയോഗ്രഫി, DNA ഫിംഗർ പ്രിൻറ്റിംഗ്, അതിനോടൊപ്പം DNA സീക്വൻസിങ്, കെമിക്കൽ സിന്തസിസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, PCR, ഫിഷ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആർ ഓൾസോ ഇൻക്ലൂഡഡ്. ഓരോ ടേംസും കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ DNA റെപ്ലിക്കേഷൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് തന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് സ്റ്റെപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ, ഇനീസിയേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ, എൻസൈംസ് റിക്വയർഡ്, പ്രോസസ്സസ് എല്ലാം വളരെ വൈഡ് ടോപ്പിക്സ് ആണ്. അതേപോലെ തന്നെ ടെക്നിക്സും, എല്ലാ ടോപ്പിക്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അടുത്ത യൂണിറ്റ് ആണ്, ദാറ്റ് ഇസ് യൂണിറ്റ് 2, ദാറ്റ് ഇസ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. ജെനറ്റിക്സിൽ മെൻഡേലിയൻ ജെനറ്റിക്സ് ആൻഡ് ജീൻ ഇൻറ്ററാക്ഷൻ, ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, ജീൻ മാപ്പിംഗ്, അതിനോടൊപ്പം പോളിജെനിക് ഇൻഹെറിറ്റൻസ്, എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്, മൈക്രോബിയൽ ജെനറ്റിക്സിൽ ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോൺജുഗേഷൻ ഇൻ ബാക്ടീരിയ, ലൈസോജെനി ആൻഡ് ലൈറ്റിക് ലൈഫ് സൈക്കിൾ ഇൻ വൈറസസും ഇൻക്ലൂഡഡ് ആണ്. യൂണിറ്റ് 2 കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ന്യൂക്ലിക് ആസിഡ്, DNA ആൻഡ് RNA ടൈപ്സ്, സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് റെപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. മ്യൂട്ടേഷൻ, DNA ഡാമേജ് ആൻഡ് റിപ്പയർ ആണ് അടുത്ത പാർട്ട്. നെക്സ്റ്റ് ഇസ് ജെനറ്റിക് കോഡ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ, protein synthesis and gene regulation in prokaryotes and eukaryotes, translation, post-translation and post-transcriptional modifications. വളരെ സിമ്പിൾ ടേംസ് ആണ്, പക്ഷേ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മളൊന്ന് വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ ക്ലിയർ കട്ട് നോളജ് റിഗാർഡിംഗ് ദീസ് ടോപ്പിക്സ്. അടുത്തത് ജീൻ സിന്തസിസ് ആണ്. കൊറാന ആൻഡ് കോൺബർഗ് വർക്ക്, അതായത് ആർട്ടിഫിഷ്യൽ സിന്തസിസ് ഓഫ് ജീൻ, കൊറാന ആൻഡ് കോൺബർഗിൻ്റെ വർക്കാണ്. നെക്സ്റ്റ് ഇസ് പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഇവിടെ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം, ജെനറ്റിക് ഡ്രിഫ്റ്റ്, ജെനറ്റിക് ലോഡ്, കോൺസാഗ്വിറ്റി ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ജെനറ്റിക്സ്. നെക്സ്റ്റ് ഇസ് ഹ്യൂമൻ ജെനറ്റിക്സ്. അവിടെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, ABO, RH ആൻഡ് MN ബ്ലഡ് ഗ്രൂപ്പ്, അതിനോടൊപ്പം ഹ്യൂമൻ കാരിയോടൈപ്സ് ആൻഡ് സിൻഡ്രോംസ് കോസ്ഡ് ബൈ ഇറ്റ്സ് എബറേഷൻ, അതായത് ക്രോമസോമൽ എബറേഷൻ കാരണം ഉണ്ടാകുന്ന ഹ്യൂമൻ കാരിയോടൈപ്സ് ആൻഡ് സിൻഡ്രോംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നൗ ജെനറ്റിക് കൗൺസിലിംഗ് ആൻഡ് പെഡിഗ്രി അനാലിസിസ് ഓൾസോ ഇസ് മെൻഷൻഡ് ഇൻ ദ സിലബസ്. അടുത്തത് ബ്രീഫ് അക്കൗണ്ട് ഓൺ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആണ്. സോ യൂണിറ്റ് 2 ജെനറ്റിക്സ് ഇസ് ഓൾസോ ഓഫ് വെരി ഇമ്പോർട്ടൻസ്. നൗ ലെറ്റ് us come to the 5th module. 5th മോഡ്യൂളിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പ്ലാന്റ് ഫിസിയോളജി. നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നൊരു യൂണിറ്റ് ആണ് പ്ലാന്റ് ഫിസിയോളജി. സോ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം പ്ലാന്റ് ഫിസിയോളജി റെഫർ ചെയ്യാനായിട്ട്. പ്ലാന്റ് ഫിസിയോളജിയുടെ ഫസ്റ്റ് പാർട്ടാണ് വാട്ടർ റിലേഷൻ ടു പ്ലാന്റ്സ്. ഇവിടെ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ ഓഫ് വാട്ടർ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അടുത്ത പാർട്ടാണ് മിനറൽ ന്യൂട്രീഷൻ. ഇവിടെ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും മാത്രമാണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. നമുക്കറിയാം ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂട്രിയൻസ് റിക്വയർഡ് ആണ്, ബോത്ത് എസെൻഷ്യൽ ആസ് വെൽ ആസ് നോൺ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അപ്പോൾ ഈ പറയുന്ന ന്യൂട്രിയൻസ് അതിൻ്റെ ഫിസിയോളജിക്കൽ റോളും അതേപോലെ ഡെഫിഷ്യൻസി സിംറ്റംസും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ടോപ്പിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അടുത്തതാണ് നൈട്രജൻ മെറ്റബോളിസം ഇൻ പ്ലാന്റ്സ്. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ഏരിയ ദാറ്റ് ഇസ് ഫോട്ടോസിന്തസിസ്. ഇവിടെ C3, C4 ആൻഡ് CAM സൈക്കിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈറ്റ് അബ്സോർബിംഗ് പിഗ്മെൻറ്റ്സ്, അതായത് ക്ലോറോഫിൽ, കാരോട്ടീൻസ്, ഫൈക്കോബിലിൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ ലൈറ്റ് റിയാക്ഷൻ, അതിൽ പിഗ്മെൻറ്റ് സിസ്റ്റംസ്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും ഇൻഹിബിറ്റേഴ്സ് ഓഫ് ഫോട്ടോസിന്തസിസും ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ സിലബസിൽ മെൻഷൻ ചെയ്ത ഫോട്ടോ റെസ്പിറേഷനും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്.
Next is respiration, another important area. Respiration le glycolysis, Krebs cycle, electron transport chain and finally oxidative phosphorylation ആണ് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. നെക്സ്റ്റ് ഇസ് ascent of sap. ഇവിടെ സോഴ്സ് ആൻഡ് സിങ്ക് റിലേഷൻഷിപ്സ് ആണ് വേണ്ടത്. നൗ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ റോൾ ഓഫ് ഫൈറ്റോ ഹോർമോൺസ്, ഫോട്ടോ പീരിയോഡിസം, വെർണലൈസേഷൻ ആൻഡ് ഫ്ലോറിജൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏരിയ. നൗ സ്ട്രെസ് ഫിസിയോളജിയിൽ വാട്ടർ സ്ട്രെസ്, സോൾട്ട് സ്ട്രെസ്, ഹോട്ട് ആൻഡ് കോൾഡ് സ്ട്രെസ്, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ആൻഡ് അഡാപ്റ്റേഷൻസ് ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ള ഏരിയ. നൗ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷൻ ആണ്. ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ ആണ് വരുന്ന ഏരിയ. പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് വളരെ തറോ ആയിട്ട് വേണം കവർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് യൂണിറ്റ് ആണ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. ബയോകെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ഫംഗ്ഷൻ ആൻഡ് മെറ്റബോളിസം ആൻഡ് ഇൻ്റർ കൺവേർഷൻ ആണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ട് വരുന്നത്. അടുത്ത പാർട്ട് ലിപ്പിഡ്സ് ആണ്. സ്ട്രക്ചർ ഓഫ് ലിപ്പിഡ്സ്, ഫംഗ്ഷൻ ആൻഡ് മെറ്റബോളിസം, ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ്, ആൽഫ ആൻഡ് ബീറ്റ ഓക്സിഡേഷനും സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്ത പാർട്ട് അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് അമിനോ ആസിഡ് ആസ് വെൽ ആസ് പ്രോട്ടീൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, അമിനോ ആസിഡ് മെറ്റബോളിസം, രാമചന്ദ്രൻ പ്ലോട്ട്, വേരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസും സിലബസിൽ മെൻഷൻഡ് ആണ്. നെക്സ്റ്റ് ഇസ് എൻസൈംസ്, major groups, relation of enzyme activities, enzyme kinetics, enzyme assay, enzyme regulation, allosteric enzymes, isoenzymes, ribozymes and coenzymes are included. Next is vitamins, classification of vitamins, function and source of vitamins and their role as coenzymes biochemistry എന്ന യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. തേർഡ് യൂണിറ്റ് ആണ് ബയോഫിസിക്സ്. ബയോഫിസിക്സിലെ ഫസ്റ്റ് പാർട്ട് പി എച്ച് ആൻഡ് ബഫർ, സെക്കൻഡ് പാർട്ട് മൈക്രോസ്കോപ്പി, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇവിടെ സെമ്മും ടെമ്മും ഇൻക്ലൂഡഡ് ആണ്. ഫോട്ടോമെട്രി ആൻഡ് കളറിമെട്രി ഈസ് ഓൾസോ മെൻഷൻഡ് ഇൻ ദ സിലബസ്. അടുത്ത പാർട്ട് ക്രൊമാറ്റോഗ്രഫി ആണ്. ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, thin layer chromatography, gas chromatography, high performance liquid chromatography, high performance thin layer chromatography, gas chromatography, mass spectrometry included ആണ്. ഇലക്ട്രോഫോറസിസ് ആണ് അടുത്ത പാർട്ട്. അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, പേജ്, SDS പേജ്, ഐസോ ഇലക്ട്രിക് ഫോക്കസിംഗ്, LSA ആണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന പാർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. സെൻട്രിഫ്യൂഗേഷൻ ആണ് അടുത്ത പാർട്ട്. ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആൻഡ് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ആണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബയോഫിസിക്കൽ മെത്തേഡ് ഫോർ അനാലിസിസ് ഓഫ് ബയോപോളിമേഴ്സ് ആണ് സിക്സ്ത് പാർട്ട്. ഇവിടെ എക്സ്റേ ഡിഫ്രാക്ഷൻ, ഫ്ലൂറസെൻറ്റ് സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ESR സ്പെക്ട്രോസ്കോപ്പി ആണ് വരുന്നത്. അടുത്തത് ORD ആൻഡ് CD, that is optical rotatory dispersion and circular dichromism, atomic absorption and plasma emission spectroscopy included ആണ്. അടുത്തത് റേഡിയേഷൻ ഡോസിമെട്രി, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്, ഓട്ടോ റേഡിയോഗ്രഫി, ചെർവോക്ക് റേഡിയേഷൻ, ലിക്വിഡ് സ്കിൻറ്റിലേഷൻ ടെക്നിക്സും ഈ പറയുന്ന ബയോഫിസിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബേസിക്കലി പ്രിൻസിപ്പിൾസും അതേപോലെ സ്റ്റെപ്സുമാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കും കവർ ചെയ്യേണ്ടതാണ്. ബയോഫിസിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ഇവിടെ സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് എറർ, പ്രോസസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റാസ്, ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്, measure of central tendency which is an important area, mean, median and mode, measure of dispersion is also important, range, quartile deviation, mean deviation, standard deviation and coefficient of variation. Next is probability which is also important, basic concepts and theorems, experimental design, randomized block and Latin square, test of significance, t-test, chi-square test, f-test and ANOVA. Next is correlation and regression analysis. Direct questions ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ബയോസ്റ്റാറ്റിസ്റ്റിക്സും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ്.
നെക്സ്റ്റ് ഇസ് മോഡ്യൂൾ 6. മോഡ്യൂൾ 6ൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ബയോടെക്നോളജി. ഇവിടെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്സ് ഇൻക്ലൂഡിംഗ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റീജനറേഷൻ, സൊമാറ്റിക് സെൽ ജെനറ്റിക്സ് ആൻഡ് സൊമാക്ലോണൽ വേരിയേഷൻസ്, സൊമാറ്റിക് എംബ്രിയോജനസിസിൽ ആർട്ടിഫിഷ്യൽ സീഡ് ദാറ്റ് ഇസ് സിന്തറ്റിക് സീഡ് പ്രൊഡക്ഷൻ, പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ഇമ്പാക്റ്റ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ്. അടുത്ത പാർട്ട് ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ ആണ്, ആന്തർ ആസ് വെൽ ആസ് ഓവ്യൂൾ കൾച്ചർ ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. അടുത്ത പാർട്ട് പ്രൊഡക്ഷൻ ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, സെൽ ഇമ്മൊബിലൈസേഷൻ, ബയോറിയാക്ടർ ടെക്നോളജി, ഇൻവിട്രോ സ്ട്രാറ്റജീസ് ഓഫ് ജെം പ്ലാസം കൺസർവേഷൻ. അടുത്തത് ഐസൊലേഷൻ ഓഫ് ജീനോമിക് ആൻഡ് ഓർഗനലാർ DNA ആണ്, മെത്തേഡ്സ് ഓഫ് ജീൻ ഐഡൻറ്റിഫിക്കേഷൻ, വെക്റ്റർ മീഡിയേറ്റഡ് ആൻഡ് വെക്ടർലെസ് PCR, ജീനോമിക് ആൻഡ് cDNA ലൈബ്രറീസും ഇൻക്ലൂഡഡ് ആണ്. അടുത്ത പാർട്ടിൽ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് ആണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രാൻസ്പോസോൺസ് ആസ് വെക്ടേഴ്സ് ആൻഡ് ജീൻ സൈലൻസിങ്സ്. 8th പാർട്ട് എന്ന് പറയുന്നത് DNA മാർക്കേഴ്സ് ടെക്നിക്കാണ്. ഇവിടെ RFLP, RAPD, AFLP ആൻഡ് ആൻറ്റിസെൻസ് RNA ആണ് വരുന്നത്. നൗ നെക്സ്റ്റ് പാർട്ട് അടുത്ത സ്ലൈഡിലാണ്. ലെറ്റ് us see that. ആൻഡ് ബ്ലോട്ടിംഗ് ടെക്നിക്, നോർത്തേൺ സദേൺ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ് അടുത്ത പാർട്ട്. ട്രാൻസ്ജനിക് ബയോളജിയിൽ ജീൻ ക്ലോണിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് ഇൻ പ്ലാന്റ്സ്, ജീൻ ടാർഗറ്റിംഗ് ആൻഡ് സീക്വൻസ് ടാഗിംഗ് ആണ് 10th പാർട്ട്. ഫൈനൽ പാർട്ട് ഇൻ ബയോടെക്നോളജി എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് ഫുഡ്സ്, സോഷ്യൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ, IPR ഇഷ്യൂസ്, പേറ്റൻസ് ആൻഡ് ബയോ പ്രൈവസി ആണ്. നൗ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റാ ബേസസ് കോൺസെപ്റ്റ്, ടൂൾ ഫോർ സെർച്ചിങ്, ഹോമോളജി സെർച്ചിങ്. നെക്സ്റ്റ് പാർട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡാറ്റാബേസസ് ഇൻ ബയോളജി, സീക്വൻസ് ഡാറ്റാബേസ്, സീക്വൻസ് കമ്പാരിസൺ, സ്ട്രക്ചറൽ ഡാറ്റാബേസ്, പ്രോട്ടിയോമിക്സ് ആൻഡ് ജീനോമിക്സ് ആണ് അടുത്ത പാർട്ടിൽ വരുന്നത്. മേജർ ബയോ ഇൻഫോർമാറ്റിക് റിസോഴ്സസ്, അതായത് ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസസ് ആയ NCBI, EBI, EMBL, GenBank, DDBJ ആൻഡ് പ്രോട്ടീൻ ഡാറ്റാബേസസ് ആയ സ്വിസ് പ്രോട്ടും PDBയുമാണ് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്. ടൂൾസ് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ സീക്വൻസ് അനാലിസിസ് ടൂൾസും അതിനോടൊപ്പം ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്ഷനുള്ള ടൂൾസുമാണ് ബ്ലാസ്റ്റ്, ക്ലസ്റ്റാൾ-X, ക്ലസ്റ്റാൾ-W, ഫൈലിപ്പ് ആൻഡ് ജിൻസ്കാൻ. ആപ്ലിക്കേഷൻ ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സിൽ ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, മെറ്റബോളോമിക്സ്, ഫാർമക്കോജീനോമിക്സുമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ഈ പറയുന്ന മോഡ്യൂൾ 6ൽ ബയോടെക്നോളജിയും ബയോ ഇൻഫോർമാറ്റിക്സും എന്ന് പറയുന്ന 2 യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയുമാണ്. അപ്പോൾ ഈ പറയുന്ന ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക. അടുത്തത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് ദി 3rd യൂണിറ്റ്. ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബയോളജി, കമ്പ്യൂട്ടർ പാക്കേജ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഓൺലൈൻ ബയോളജി സോഴ്സസ്, പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ്, ഓൺലൈൻ പബ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് ജേർണൽസ് ആൻഡ് ബുക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി 3rd യൂണിറ്റ്. ബോട്ടണി സിലബസിൽ വരുന്ന ലാസ്റ്റ് മോഡ്യൂളാണ് മോഡ്യൂൾ 7, ദാറ്റ് ഇസ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ബോട്ടണി. സബ്ജക്റ്റിനോടൊപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് മെത്തഡോളജിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡഡ് ആണ്. സബ്ജക്റ്റ് സിലബസിൻ്റെ ഫസ്റ്റ് 3 മോഡ്യൂൾസിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് നെക്സ്റ്റ് 4 മോഡ്യൂൾസിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് എക്സാം കട്ട് ഓഫ് എന്ന് പറയുന്നത് 53.67 ആണ്. ദാറ്റ് മീൻസ് ദ എക്സാം വാസ് ക്വൈറ്റ് ഈസി. ബട്ട് സെയിം ലെവൽ നമ്മൾ നെക്സ്റ്റ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ലാസ്റ്റ് സെറ്റ് എക്സാം പോലും ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ആൻസറിങ് പാറ്റേണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുവാണ്. Then why not HSST? So don't waste your time, start your preparations right now. ഇവിടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേതാണ് നോ യുവർ സിലബസ്. അപ്പോൾ സിലബസിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ ഇപ്പോൾ കിട്ടി. നെക്സ്റ്റ് ഇസ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും വർക്കിംഗ് ആയിട്ടുള്ളവരാണ്. HSST എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഡ്രീം ജോബാണ്. സോ ഡെയിലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇസ് നോട്ട് പ്രിപ്പറേഷൻ.
എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വായിച്ചു പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുക. മനസ്സിലാക്കിയ കാര്യങ്ങൾ നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നീട് എക്സാമിന് റിവൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓൺ നോട്ട്സ് വായിച്ച് ടോപ്പിക്സ് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് നോ ദ ബേസിക്സ് ദെൻ മൂവ് ടുവേർഡ്സ് ദി അഡ്വാൻസ് ടോപ്പിക്സ്. നമ്മളിൽ പലരും എംഫിലും പി ജിയും എംഎഡും കഴിഞ്ഞ് കുറച്ചധികം നാൾ ആയിട്ടുള്ളവരാകാം. അതുപോലെ സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് കുറേ നാൾ ആയവരും ആയിരിക്കാം. സോ സബ്ജക്റ്റിൽ നിന്നും ടച്ച് വിട്ടു പോയി തുടങ്ങിക്കാണും. അതുകൊണ്ടിട്ടാണ് ബേസിക് ടോപ്പിക്സ് ഫസ്റ്റ് കവർ ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം അഡ്വാൻസ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് വർക്കൗട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ഡെയിലി റിവിഷൻ. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമിലേക്ക് ഫെമിലിയർ ആകുവാണ് ചെയ്യുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും തോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആകും. നെക്സ്റ്റ് ഇസ് ഡെയിലി റിവിഷൻ. റിവിഷൻ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഡെയിലി വായിക്കാൻ നോക്കുക. അതുകൊണ്ട് ടോപ്പിക്സിലേക്ക് നമ്മൾ ഫെമിലിയർ ആകും. സോ ഡെയിലി റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇസ് റെഫർ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. നൗ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യണമെന്ന്. അതായത് പ്രീവിയസ് ഇയർ CSIR ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിനോടൊപ്പം HSST പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് സെറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. നൗ അതാണ് ഫ്യൂ ടിപ്സ് ഫോർ HSST പ്രിപ്പറേഷൻസ്. HSST എക്സാം എന്ന് പറയുമ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ആണുള്ളത്. ഈ കോമ്പറ്റീഷൻ ഓവർകം ചെയ്ത് സക്സസ്ഫുള്ളായി എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി മികച്ച പ്രിപ്പറേഷൻസ് തന്നെ വേണം. HSSTയുടെ 7 സബ്ജക്റ്റ് കോഴ്സുകളാണ് ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സബ്ജക്ട്സിൻ്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. HSST കോച്ചിങ് ഇൻ ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ ഡിയർ ആസ്പിറൻസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസോട് കൂടെ മുന്നോട്ട് പോയാലാണ് നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടോസ് അക്കാഡമിയിലേക്ക് അഡ്മിഷനും മറ്റ് എൻക്വയറിക്കും വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സോ ഫ്രം നൗ ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒട്ടും ടൈം വേസ്റ്റ് ആക്കാണ്ട് നിങ്ങളുടെ ഡ്രീം ജോബ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. There is no secret to success. It is the result of preparation and hard work. All the best, dears. Thank you from TOS Academy.